ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പം നമ്മൾ കെമിസ്ട്രിയുടെ ഇങ്ങനെ ഒരു ക്ലാസ് ചെയ്തിട്ട് കുറച്ചധികം കാലമായി അല്ലേ? നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എക്സാംസ് അടുത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റിവെച്ചു. അപ്പോൾ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അയ്യോ ഇനി ടോപ്പിക്സ് എടുക്കില്ലേ, നോട്ട്സ് പറയില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിർത്തിയതായിരുന്നില്ല, എക്സാമിനോട് അനുബന്ധിച്ചിട്ട് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിൽ വന്നപ്പോൾ അത് നിങ്ങൾക്ക് ആദ്യം തരാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അത് ചെയ്തത്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ബാലൻസ് ഉള്ള ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തു പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ കെമിസ്ട്രിയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻട്രൊഡക്ഷനും അതുപോലെ ടോപ്പിക്സുകൾ അറ്റോമിക് സ്ട്രക്ചറിനെ കുറിച്ചും സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്. കെമിക്കൽ റിയാക്ഷൻസ് എന്താണെന്നും അങ്ങനെ റിയാക്ഷൻസ് സംഭവിക്കുമ്പോൾ അവിടെ ഇക്വേഷൻസ് എങ്ങനെയാണ് ഫോം ചെയ്യണത് എന്നും ഉള്ളതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ മുന്നത്തെ വീഡിയോസ് എല്ലാം കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ കണ്ടന്റിലേക്ക് പോവാം. ഫിസിക്കൽ ചേഞ്ചസ്. ഓക്കെ, കെമിക്കൽ റിയാക്ഷൻസിനകത്ത് നമ്മൾ ആദ്യം ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എന്നാൽ പോലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു എലമെന്റിന്റെ സൈസ്, ഷേപ്പ്, കളർ, സ്റ്റേറ്റ് ഓഫ് സബ്സ്റ്റൻസ്, അതായത് സോളിഡ് ലിക്വിഡ് ആവുന്നു, ലിക്വിഡ് ഗ്യാസ് ആവുന്നു, അങ്ങനെ സംഭവിക്കുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഫിസിക്കൽ ചേഞ്ച് എന്താണ്? ജനറൽ ആയിട്ട് നമുക്ക് പറയാമെങ്കിൽ ഈ ഫിസിക്കൽ ചേഞ്ച് റിവേഴ്സിബിൾ ആണ്. ഇപ്പൊ നോക്കിക്കേ, നമുക്ക് ലിക്വിഡിന്റെ കേസ് തന്നെ എടുക്കാം അല്ലെ. ലിക്വിഡ് ആയിട്ട് ഇരിക്കുന്ന വാട്ടർ എന്തായിട്ട് മാറും? സോളിഡ് ആയിട്ടുള്ള ഐസ് ആയിട്ട് മാറും അല്ലെ. ഐസ് നമുക്ക് എങ്ങനെ മാറ്റാം? അതിന് നമുക്ക് ഗേഷ്യസ് ഫോമിലേക്ക്, ഈ ലിക്വിഡിനെ തന്നെ നമുക്ക് ഗ്യാസിന്റെ ഫോമിലേക്ക് മാറ്റാം, വേപ്പർ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. വേപ്പറിനെ കണ്ടൻസ് ചെയ്താൽ അവിടെ എന്ത് ചെയ്യും? എഗെയിൻ അത് ലിക്വിഡ് ആയിട്ട് മാറും. സോളിഡിനെ മെൽറ്റ് ചെയ്താൽ എഗെയിൻ അത് എന്താവും? ലിക്വിഡ് ആയിട്ട് മാറും. അപ്പൊ ഫിസിക്കൽ ചേഞ്ചസ് എന്താണ്? ജനറൽ ആയിട്ട് ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അവിടെ ഫിസിക്കൽ ചേഞ്ചസിനകത്ത് പുതിയ സബ്സ്റ്റൻസ് ഒന്നും തന്നെ എന്താവുന്നില്ല, ഫോം ചെയ്യണില്ല. നോ ന്യൂ സബ്സ്റ്റൻസ് ഫോം. ഞാനിവിടെ നോ എന്ന് കൊടുക്കാൻ മറന്നു. നോ ന്യൂ സബ്സ്റ്റൻസ് ഫോം. ഉള്ള സബ്സ്റ്റൻസ് തന്നെ ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത്. പുതിയ സബ്സ്റ്റൻസ് ഒന്നും തന്നെ അവിടെ രൂപപ്പെടാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, ഫിസിക്കൽ ചേഞ്ചസ് റിവേഴ്സിബിൾ ആണ് എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫിസിക്കൽ ചേഞ്ചസിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പൊ അടുത്തത് എന്തായിരിക്കും? കെമിക്കൽ ചേഞ്ചസ് ആണ് അല്ലെ. കെമിക്കൽ ചേഞ്ചസിനകത്ത് എന്താണ് ഉണ്ടാവുന്നത്? അതായത് ഒരു ചേഞ്ച് സംഭവിക്കുകയാണ്. ഒരു ചേഞ്ച് സംഭവിച്ച് അവിടെ ഒന്നോ അതിൽ കൂടുതലോ പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുകയാണ്. ഇപ്പോ വെള്ളത്തിന് റിയാക്ഷൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താവും? അത് ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് മാറും അല്ലെ. ഇത് വെറുതെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നാണ് കേട്ടോ. അതുപോലെ ഒന്നോ അതിൽ കൂടുതലോ പുതിയ സബ്സ്റ്റൻസ്, പഴയതുമായി ഒരു ബന്ധവുമില്ലാത്ത പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് റിയാക്ഷൻസിനെ അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. കെമിക്കൽ ചേഞ്ചിനെ തന്നെയാണ് നമ്മൾ എന്തും പറയുന്നത്, കെമിക്കൽ റിയാക്ഷൻ എന്നും പറയുന്നത്. കെമിക്കൽ ചേഞ്ചസിനെ തന്നെ പറയുന്ന വേറൊരു പേരാണ് കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഫിസിക്കൽ ചേഞ്ച് എന്താണെന്നും കെമിക്കൽ ചേഞ്ച് എന്താണെന്നും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനി ഇവിടെ കൂടുതലായിട്ട് എന്താണ് നോക്കാൻ പോകുന്നത്, കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ ഇക്വേഷൻ, കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് ഇക്വേഷൻ ഫോമിൽ എഴുതുന്നതാണ് കെമിക്കൽ ഇക്വേഷൻ. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? റിയാക്ടൻസ് ഉണ്ടാവും, പ്രോഡക്ട്സ് ഉണ്ടാവും, സിംബോളിക്കൽ ഫിസിക്കൽ സ്റ്റേറ്റും ഉണ്ടാവും. ഓക്കെ, അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് സിംബോളിക്കലി നമ്മൾ എന്ത് ചെയ്യും? മാർക്കും ചെയ്തു തരും.
ഓക്കെ, അപ്പൊ ഒരു കെമിക്കൽ ഇക്വേഷൻ കംപ്ലീറ്റ് ആണ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ എന്തൊക്കെ വേണം? റിയാക്ടൻസ് വേണം. അതായത് എന്തൊക്കെയാണോ റിയാക്ഷനിലേക്ക് പോകുന്നത് അത് വേണം. റിയാക്ഷൻ നടന്നു കഴിഞ്ഞ് അവിടെ കിട്ടുന്ന പ്രോഡക്ട്സ് വേണം. അതുപോലെ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനായിട്ടുള്ള ഫിസിക്കൽ സ്റ്റേറ്റ്, അവരുടെ ഗ്യാസ് ആണോ ലിക്വിഡ് ആണോ സോളിഡ് ആണോ എന്നൊക്കെ മെൻഷൻ ചെയ്യുന്ന സിംബോളിക്കൽ ആയിട്ടുള്ള ആ ഫിസിക്കൽ സ്റ്റേറ്റ് മെൻഷനിങ്ങും വേണം. എന്നാൽ മാത്രമേ നമുക്ക് അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ ആണ് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു അല്ലെങ്കിൽ നടക്കുകയാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് ഏതൊക്കെ കണ്ടീഷനിലാണ്? സ്റ്റേറ്റ്, ചേഞ്ച് ഇൻ സ്റ്റേറ്റ്. ഓക്കെ, സ്റ്റേറ്റ് മാറുമ്പോൾ ലിക്വിഡ് സോളിഡ് ആവുക, സോളിഡ് ഗ്യാസ് ആവുക, അങ്ങനെ നമുക്ക് തന്ന എലമെന്റ് അല്ലെങ്കിൽ തന്ന ഓബ്ജക്റ്റിന്റെ സ്റ്റേറ്റ് മാറുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? അവിടെ കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇനി ചേഞ്ച് ഇൻ കളർ, നമുക്ക് ലാബിലൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ, പണ്ട് നമ്മൾ കളർ ചേഞ്ച് ആവുന്നതിനനുസരിച്ചിട്ട് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈട്രേഷൻ ഒക്കെ ചെയ്ത് കളർ ചേഞ്ച് ഒക്കെയാണ് നോക്കാറുള്ളത്. അപ്പൊ കളറിൽ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിട്ടുണ്ട്? കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോ ലാബിലത്തെ കാര്യമൊന്നും നോക്കണ്ട, നമ്മുടെ ജനറൽ ആയിട്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നമ്മൾ അടുത്ത സ്ലൈഡിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി അതുപോലെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അവിടെ ഇരിക്കുന്നതിന്റെ ഇടയിൽ നിന്നും ഗ്യാസ് ഇവോൾവ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ, ഗ്യാസ് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അവിടെ കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവുന്നത്, അതായത് നോർമലി ഇരിക്കുന്ന ടെമ്പറേച്ചറിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ വെച്ച ടെമ്പറേച്ചറിൽ നിന്നും കൂടുക കുറയുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു കംപ്ലീറ്റ് കെമിക്കൽ ഇക്വേഷൻ എന്താണെന്ന് നോക്കി, അതുപോലെ ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന 4 കാര്യങ്ങളാണുള്ളത്. ചേഞ്ച് ഇൻ സ്റ്റേറ്റ്, ചേഞ്ച് ഇൻ കളർ, എവല്യൂഷൻ ഓഫ് എ ഗ്യാസ്, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇനി എന്താണ് ഡെയിലി ലൈഫിൽ കെമിക്കൽ റിയാക്ഷൻസ് സംഭവിക്കുന്നത് എവിടെയൊക്കെയാണെന്ന്? എല്ലാം ഒന്നും ഞാനിവിടെ എഴുതിയിട്ടില്ല. നമ്മൾ കൂടുതലായിട്ട് കണ്ടുപരിചയമുള്ളത് നമുക്ക് അറിയാവുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഫോട്ടോസിന്തസിസ് എന്താണ്? നമ്മുടെ പ്ലാന്റ്സിന്റെ റെസ്പിറേഷൻ ആണ് അല്ലെ ഫോട്ടോസിന്തസിസ്. അതെന്താണ്? അതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അടുത്തത് എയറോബിക് സെല്ലുലാർ റെസ്പിറേഷൻ, സെൽസിനകത്തേക്ക് നടക്കുന്ന എയറോബിക് റെസ്പിറേഷൻ എന്താണ്? കെമിക്കൽ റിയാക്ഷൻ തന്നെയാണ്. ഒരു വുഡ് കമ്പസ്റ്റ് ചെയ്യുന്നത്, വുഡിന്റെ കമ്പഷൻ എന്താണ്? കെമിക്കൽ റിയാക്ഷൻ ആണ് അല്ലെ. വുഡ് മരം കത്തുന്നത് അല്ലെങ്കിൽ വുഡിന്റെ കമ്പഷൻ എന്താണ്? കെമിക്കൽ റിയാക്ഷൻ ആണ്. തുരുമ്പെടുക്കുന്നത്, നമ്മൾ നോർമലി മലയാളത്തിൽ പറയുന്ന തുരുമ്പ് എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ റിയാക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ഡൈജഷൻ, നമ്മുടെ ബോഡിക്കകത്ത് വയറിനകത്ത് ഡൈജഷൻ സംഭവിക്കുന്നുണ്ട്, HCl അവിടെ ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ അതെന്താണ്? അതും ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, ഒരു എഗ്ഗ് കുക്ക് ചെയ്യുന്നത്, എഗ്ഗ് എന്താവുന്നത്? നമ്മൾ മുട്ടത്തോടോട് കൂടിയിട്ട് അതിനെ പുഴുങ്ങാൻ വെച്ചാലും ബോയിൽ ചെയ്താലും അവിടെ ഒരു റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അതുപോലെ എന്താണ്? എഗ്ഗ് ഏത് രീതിയിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോഴും അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നത്. സോറിങ് ഓഫ് മിൽക്ക് അല്ലെ, പാല് നമുക്ക് എന്താവും? പാലിനെ നമ്മൾ ഉറയിലേക്ക് ഒഴിക്കുക അല്ലെങ്കിൽ അതിനെ പുളിപ്പിക്കുക, പാലിനെ പുളിപ്പിക്കാറുണ്ട് അല്ലെ. അതൊക്കെ എന്താണ്? കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുകയാണ് അല്ലെ. അവിടെ കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചിട്ടാണ് പാല് തൈരും മോരും വെണ്ണയും ഒക്കെ ആക്കി മാറ്റുന്നത്. ഓക്കെ, പാൽ എന്നുള്ള ഒരു സാധനത്തിൽ നിന്നാണ് ബാക്കി എല്ലാം വരുന്നത്. അത് എങ്ങനെയാണ് വരുന്നത്? ആ പാലിന് ഓരോ ലെവൽ ഓഫ് കെമിക്കൽ റിയാക്ഷൻസിലുമാണ് അത് ഓരോ സ്റ്റേറ്റിലേക്ക് മാറുന്നത്. ഇനി ബനാനാസിന്റെ പഴുത്ത് ചീഞ്ഞു പോകുന്നത് അല്ലെ, പഴം ചീഞ്ഞു പോകുന്നതും എന്താണ്? കെമിക്കൽ റിയാക്ഷൻ ആണ്. നമ്മൾ ഇത് ഡേ ടു ഡേ ലൈഫിൽ കാണുമ്പോൾ നമ്മൾ ആരെങ്കിലും വിചാരിക്കാറുണ്ടോ ഇതൊക്കെ വലിയ കെമിക്കൽ റിയാക്ഷൻ ആണ്, ഇവിടെ സംഭവിക്കുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല അല്ലെ. അതുപോലെ നമുക്ക് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് എഴുതി വെക്കുക. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ പറയുന്ന 1-2 നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന 2-3 കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ത്? കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എല്ലായിടത്തും പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? കുറച്ചുകൂടെ ഈസി ആയിരിക്കും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഡെയിലി ലൈഫിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു.
അടുത്തത് എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻ തന്നെ രണ്ടായിട്ട് നമ്മൾ പറയാറുണ്ട്. എക്സോതെർമിക് റിയാക്ഷൻ എന്നും എൻഡോതെർമിക് റിയാക്ഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പം എക്സോതെർമിക് റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചാല് നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ ആ റിയാക്ഷനിൽ നിന്നും പുറത്തേക്ക് എനർജി റിലീസ് ചെയ്യാണ്. ലൈക്ക് ചൂടായിട്ടും വെളിച്ചമായിട്ടും ഒക്കെ എന്ത് സംഭവിക്കുകയാണ്, എനർജി പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന പാകത്തേക്ക് എനർജി റിലീസ് ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്സോതെർമിക് റിയാക്ഷൻ. എക്സോ പുറത്തേക്ക്. ഓക്കെ, അപ്പൊ പുറത്തേക്ക് എനർജി റിലീസ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് എക്സോതെർമിക് റിയാക്ഷൻ. എക്സാമ്പിൾ നമ്മൾ എന്താ പറയുന്നത്, മെഴുകുതിരിയുടെ കത്തലില് മെഴുകുതിരി കത്തുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. അവിടെ എന്തുണ്ടാവുന്നത്, മെൽറ്റ് ആവുമ്പം അവിടെ ചൂടും എന്ത് വരുന്നുണ്ട്, ഗ്യാസും ലൈറ്റും ഒക്കെ എന്ത് വരുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്. ദെൻ സ്നോ ഫോർമേഷൻ ഇൻ ക്ലൗഡ്, മേഘങ്ങളിൽ മഞ്ഞ് ഫോം ചെയ്യണത് എന്താണ്, ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇനി എന്താണ് എൻഡോതെർമിക് റിയാക്ഷൻ? എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാല് എനർജി അബ്സോർബ് ചെയ്തിട്ട് സംഭവിക്കുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. എനർജി റിലീസ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് എക്സോതെർമിക് റിയാക്ഷൻസ്. എനർജി അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് എൻഡോതെർമിക് റിയാക്ഷൻസ്. അപ്പൊ എൻഡോതെർമിക് റിയാക്ഷൻസിന് എക്സാമ്പിൾ ആണ് മെൽറ്റിംഗ് ഓഫ് ഐസ് ക്യൂബ്സ്. ഐസ് ക്യൂബ്സ് മെൽറ്റ് ചെയ്യുന്നത്, അതുപോലെ ലിക്വിഡ് വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്യണത് ഒക്കെ എന്താണ്, എനർജി അബ്സോർബ് ചെയ്തിട്ട് സംഭവിക്കുന്ന റിയാക്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ എക്സോതെർമിക് റിയാക്ഷൻ എന്താണെന്നും എൻഡോതെർമിക് റിയാക്ഷൻ എന്താണെന്നും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിനി ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് എന്താണ് എന്ന് കൂടെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, മാസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, മാസ് കാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ്. മാസ് നമുക്ക് ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. മാസ് എന്താണ് സംഭവിക്കുന്നത്, മാസിന് അവിടെ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേറ്റ് ചേഞ്ച് മാത്രമാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഒരിടത്ത് നിന്ന് വേറൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, മാസ് പറ്റുള്ളൂ. അത് നമുക്ക് പുതുതായിട്ട് നിർമ്മിക്കാനോ ഉള്ള മാസിനെ കളയാനോ ഒന്നും തന്നെ നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പോ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ്. ഓക്കെ, അപ്പോ എങ്ങനെയാണ്, ഒരു ഈക്വലിന്റെ ഇപ്പുറത്തെ റിയാക്ടൻസും ഇപ്പുറത്തെ പ്രോഡക്ട്സും ആണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള റിയാക്ടൻസിന്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് ഇപ്പുറത്തുള്ള പ്രോഡക്ട്സിന്റെ ടോട്ടൽ മാസിന് എന്താണ്, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോ അതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസിനകത്ത് ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള എലമെന്റ്സിന്റെ ടോട്ടൽ മാസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ എലമെന്റിലുമുള്ള നമ്പർ ഓഫ് ആറ്റംസും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓരോ എലമെന്റിലുമുള്ള നമ്പർ ഓഫ് ആറ്റംസും സെയിം ആയിരിക്കും. അങ്ങനത്തെ ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ നോക്കിക്കോ, സിങ്ക് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് ആണ്, H2SO4 will give zinc sulfate plus hydrogen. ഇവിടെ ഒന്ന് നോക്ക്, ഒരു സിങ്ക് ആണുള്ളത്, ഇവിടെയും ഒരു സിങ്ക് ആണ്. രണ്ട് ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ഇവിടെയും രണ്ട് ഹൈഡ്രജൻ ഉണ്ട്. ഒരു സൾഫർ ഉണ്ട്, ഒരു സൾഫർ ഉണ്ട്. 4 ഓക്സിജൻ ഉണ്ട്, 4 ഓക്സിജൻ ഉണ്ട്. ആറ്റംസിനോ എലമെന്റ്സിനോ ടോട്ടൽ മാസിനോ ഒന്നും അവിടെ ചേഞ്ച് സംഭവിച്ചിട്ടില്ല. പക്ഷെ എന്തായി, സിങ്ക് സൾഫേറ്റ് ആയി. ഇവിടെ എന്തായി, സൾഫ്യൂരിക് ആസിഡ് എന്തായിട്ട് മാറി, ഹൈഡ്രജൻ ആയിട്ടും മാറി അല്ലെ. അപ്പൊ അവിടെ നമ്മുടെ പ്രോഡക്റ്റിന് ചേഞ്ച് സംഭവിച്ചു, പക്ഷെ ടോട്ടൽ മാസും നമ്പർ ഓഫ് ആറ്റംസും അവിടെ ഒരു രീതിയിലും ചേഞ്ച് സംഭവിച്ചില്ല. ഇതുപോലെ ഒരെണ്ണം കൂടെ പറഞ്ഞു തരാം. 3Fe plus 4H2O gives FeO4 plus 4H2. ഇവിടെയും എന്താണ്, ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലെ. അവിടെ Fe3 3 അയൺ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, 3 എണ്ണം ഇവിടെ ഉണ്ട്, 4 2. അപ്പം ഇവിടെ എന്താണ്, 4ഉം 2ഉം ഉണ്ട്. ഓക്സിജൻ 4 എണ്ണം, ഇവിടെ
4. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ടോട്ടൽ മാസിനും നമ്പർ ഓഫ് ആറ്റംസിനും ചേഞ്ച് ഒന്നും സംഭവിക്കാതെ തന്നെ കെമിക്കൽ റിയാക്ഷൻസ് നടന്ന് പുതിയ പ്രോഡക്ട്സ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. കെമിക്കൽ റിയാക്ഷൻസിന്റെ ഇക്വേഷൻസ് എങ്ങനെയാണെന്നും എന്തൊക്കെയാണ് കെമിക്കൽ റിയാക്ഷനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നതിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാൻ പോകുന്ന ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. കെമിക്കൽ റിയാക്ഷൻസ് തന്നെ കുറെ ടൈപ്പ് ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാ എക്സാംസിനും, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസിനാണെങ്കിലും +2 ആണെങ്കിലും ഏത് ചെറിയ ക്ലാസ്സുകളിലുള്ള എക്സാംസിന് എല്ലാം യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ നോട്ട്സിന്റെ ക്ലാസ്സുകൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാം ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.